B.Ed കഴിഞ്ഞ സ്റ്റുഡൻസിന് ഏറ്റവും ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ സെറ്റ് ജനറൽ പേപ്പറിലെ യൂണിറ്റ് 4, 5, 6 എന്ന് പറയുന്നത്. അതിൽ 4-ലാണെങ്കിൽ നമുക്ക് ഫിലോസഫി പാർട്ടുണ്ട്, സൈക്കോളജി പാർട്ടുണ്ട്, നമ്മൾ പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ഹിസ്റ്ററി ആൻഡ് പോളിസീസ് ഉള്ളൊരു ഭാഗമുണ്ട് അല്ലെ. പിന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ളൊരു ഭാഗമുണ്ട്, ഇവാലുവേഷൻ, അസസ്മെന്റ്, അതെല്ലാം നമ്മൾ B.Edൽ പഠിച്ച കാര്യങ്ങളാണ്. ഹായ് ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ധന്യ. നമ്മുടെ എക്സാമിന് അടുത്തു, ഓഗസ്റ്റ് 2-ാം തീയതിയാണ്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ തന്നെ അതിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇപ്പോഴും കോൺഫിഡൻസ് പോയിട്ടോ അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്നില്ല അല്ലെങ്കിൽ അടുത്ത സെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം എന്ന് വിചാരിക്കുന്നവരൊക്കെ നന്നായിട്ടൊന്ന് എന്ത് ചെയ്യുക, ആഞ്ഞു ശ്രമിക്കുക, നന്നായിട്ട് പഠിക്കുക. നമ്മൾ മാക്സിമം ശ്രമിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇത് വേണ്ടാന്ന് വെക്കാനായിട്ട് അല്ലെ. അല്ലാതെ മടി പിടിച്ചിരുന്നിട്ട് എക്സാം എഴുതുന്നില്ല അല്ലെങ്കിൽ അടുത്ത എക്സാമിന് നോക്കാന്നൊന്നും വിചാരിക്കേണ്ട. നമ്മൾ മാക്സിമം ശ്രമിക്കുന്നു, എക്സാം എഴുതുന്നു, കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ നമുക്ക് അടുത്ത എക്സാമിന് പിടിക്കാന്നുള്ള രീതിയിൽ നല്ല കോൺഫിഡന്റ് ആയിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോ നമ്മുടെ B.Ed കഴിഞ്ഞ സ്റ്റുഡൻസിന് ഏറ്റവും ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ സെറ്റ് ജനറൽ പേപ്പറിലെ യൂണിറ്റ് 4, 5, 6 എന്ന് പറയുന്നത്. അതിൽ 4-ലാണെങ്കിൽ നമുക്ക് ഫിലോസഫി പാർട്ടുണ്ട്, സൈക്കോളജി പാർട്ടുണ്ട്, നമ്മൾ പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ഹിസ്റ്ററി ആൻഡ് പോളിസീസ് ഉള്ളൊരു ഭാഗമുണ്ട് അല്ലെ. പിന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ളൊരു ഭാഗമുണ്ട്, ഇവാലുവേഷൻ, അസസ്മെന്റ്, അതെല്ലാം നമ്മൾ B.Edൽ പഠിച്ച കാര്യങ്ങളാണ്. അപ്പൊ അത് നിങ്ങൾ ഒന്നില്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാം എന്ന് വിചാരിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. ഒഴിവാക്കരുത്. കാരണം ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ നിന്നും മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യണം. ഇനി അങ്ങനല്ല, അത് കോൺസെപ്റ്റ് മാത്രം പഠിക്കാന്ന് പറയുന്ന വിചാരിക്കുന്ന സ്റ്റുഡൻസിനോടാണെങ്കിലും അങ്ങനെ മാത്രം ചെയ്താൽ പോരാ. നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ആണ് നോക്കേണ്ടത്. ഇത്ര കംപ്ലീറ്റ് ആയി ഞാൻ ഇതെല്ലാം കാണാതെ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും, ഞാനപ്പോൾ അതൊന്നും പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞവരായിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിക്കോട്ടെ, യൂണിറ്റ് 4, 5, 6 പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിക്കോട്ടെ, അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം PYQs ആണ്, എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഓരോ ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ കാണിക്കുമ്പോൾ നിങ്ങൾ അതിനെ കൂടെ തന്നെ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് അവസാനം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ഉറപ്പായിട്ട് നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം. ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പായിട്ട് നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം. അപ്പൊ ഇത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഭാഗം കുറച്ചുകൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഒരുപാട് ഡീപ്പായിട്ട് പഠിക്കാനുള്ള സമയമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഏരിയ എങ്കിലും പഠിക്കാനായിട്ട് ശ്രമിക്കുക. എന്നാലും ഈ ക്വസ്റ്റ്യൻ ഇതുപോലെ എക്സാമിന് എന്തായാലും വരില്ല. കാരണം ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതുപോലെ വരില്ല. പക്ഷെ ആ ഏരിയ നിങ്ങൾ മനസ്സിലാക്കണം. ആൻഡ് ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കണം, ആ ക്വസ്റ്റ്യന്റെ പാറ്റേൺ മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ റിസർച്ചിൽ സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് എന്നുള്ളൊരു ഭാഗത്ത് നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് അല്ലെ, സ്കെയിൽസ് ഓഫ് മെഷർമെന്റ്. അപ്പൊ ഇത് ഞാൻ ഓരോ ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത് അത്രയും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഏരിയ എന്നാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊരു ഫോക്കസ് ഏരിയ ആണ്, ഇത് എന്തായാലും പഠിക്കണം എന്ന് മനസ്സിലാക്കുക. So question നോക്കിക്കേ. A teacher gave a test to 50 students of his class and awarded the letter grades A, B, C, D and E to indicate their level of performance in hierarchical order from best to the poorest. Okay, from best to the poorest. Which of the following combinations of scales of measurement has been used? ഇതാണ് ക്വസ്റ്റ്യൻ. ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ഇത് അറിയുന്നവർക്ക് ഭയങ്കര ബോറിംഗ് ആയി തോന്നും. എക്സാമിന്റെ തലേദിവസം നമ്മൾ ഇങ്ങനെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യമില്ല. സോ മാക്സിമം ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. നിങ്ങൾക്ക് അത് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യാം, ഇത് അറിയില്ല, അപ്പൊ ഇതിന്റെ വീഡിയോ ചെയ്യണം എന്ന് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, so we have 4 options: ordinal and ratio scale, nominal and interval scales, nominal and ordinal scales, interval scale and ratio scale. അപ്പൊ ഇവിടെ ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, ഇതിൽ ഏതാന്നുള്ളത്. അപ്പൊ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിക്കുന്നു. എന്തായാലും ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അവരുടെ ലെവൽ ഓഫ് പെർഫോമൻസിനനുസരിച്ച് അവിടെ ഹൈറാർക്കിയൽ ഓർഡറിലാണ് അറേഞ്ച് ചെയ്യുന്നത്. സോ ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്തായാലും ഓർഡിനൽ സ്കെയിൽ വരുന്ന അറിയാലോ അല്ലെ. ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്ന പറയുമ്പോൾ എന്തായാലും ഓർഡിനൽ സ്കെയിൽ വരുന്ന നിങ്ങൾക്ക് അറിയാം. സോ ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം അല്ലെ. ഓർഡിനൽ സ്കെയിൽ ആൻഡ് റേഷ്യോ സ്കെയിൽ അവിടെ കിടപ്പുണ്ട്. നോമിനൽ ആൻഡ് ഇന്റർവൽ സ്കെയിലും ഇവിടെ ഡിലീറ്റ് ചെയ്യാം, ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ആൻഡ് ഇന്റർവൽ ആൻഡ് റേഷ്യോ സ്കെയിലും എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. ബാക്കി 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ ഓർഡിനൽ ആൻഡ് റേഷ്യോ ആണോ, നോമിനൽ ആൻഡ് ഓർഡിനൽ ആണോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കുന്നു. awarded letter grades A, B, C, D and E to indicate their level of performance. Which of the following combinations എന്നേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ ഇവിടെ യാതൊരു രീതിയിലും നമ്മുടെ റേഷ്യോ സ്കെയിലിൽ വരുന്ന എക്സാമ്പിൾസ് എന്താ, അബ്സല്യൂട്ട് 0 പോയിന്റ്സ് വരുന്ന എല്ലാ കാര്യങ്ങളുമാണ്.
P/Q ഫോമിൽ എഴുതാൻ പറ്റുന്നതാണ്. അതായത് നമ്മുടെ ഹൈറ്റ് ആയിക്കോട്ടെ, വെയിറ്റ് ആയിക്കോട്ടെ, ഫ്രീക്വൻസി ആയിക്കോട്ടെ, അങ്ങനെ നമുക്ക് കറക്റ്റ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ആബ്സല്യൂട്ട് 0 പോയിന്റ് വരുന്ന കാര്യങ്ങളാണ് റേഷ്യോ സ്കെയിൽ ഉള്ളത്. അപ്പൊ ആ കാര്യങ്ങളൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ആൻഡ് ഇവിടെ പറഞ്ഞത് 50 സ്റ്റുഡൻസ് ഉണ്ട്, അവർക്ക് ലെറ്റർ ഗ്രേഡ്സ് ABCDE കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്ത് മാത്രമാണുള്ളത്? നോമിനൽ സ്കെയിൽ മാത്രമായിരിക്കും ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നോമിനൽ ആൻഡ് ഓർഡിനൽ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് അല്ലെ. നോമിനൽ ആൻഡ് ഓർഡിനൽ സ്കെയിൽ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടിയോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇനി അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. 2 മാർക്കിനുള്ള രണ്ടാമത്തെ മാർക്കിന്റെ ക്വസ്റ്റിലോട്ട് പോവാം. What is the correct sequence of actions in conducting an intervention-based action research in education? സോ ഞാൻ ഇത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ആക്ഷൻ റിസർച്ച് ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ ഈ ആക്ഷൻ റിസർച്ച് നിന്നും റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ആക്ഷൻ റിസർച്ച് എന്നുള്ള ഒരു ഭാഗത്ത് നിന്നും കുറെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ അതും നല്ല ഇമ്പോർട്ടന്റ് ആണ്, അത് നന്നായിട്ട് പഠിക്കണം. സോ വാട്ട് ഈസ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ആക്ഷൻസ് ഇൻ കണ്ടക്ടിങ് ആൻ ഇന്റർവെൻഷൻ ബേസ്ഡ് ആക്ഷൻ റിസർച്ച് ഇൻ എഡ്യൂക്കേഷൻ? ആക്ട്, ഒബ്സർവ്, പ്ലാൻ ആൻഡ് റിഫ്ലക്ട്. Plan, act, observe and reflect. Observe, plan, reflect and act. Reflect, observe, plan and act. അപ്പൊ ഇവിടെ ഏതാണ്? പ്ലാൻ, ആക്ട്, ഒബ്സർവ് ആൻഡ് റിഫ്ലക്ട്. നിങ്ങൾ ഞാൻ ആൻസർ പറയുന്നതിന് മുൻപേ നിങ്ങൾ ആൻസർ ചെയ്യണം. അതിനായിട്ട് ഞാനിപ്പോൾ ഭയങ്കര സ്പീഡാണെന്ന് എനിക്കറിയാം. നിങ്ങൾ വീഡിയോ ജസ്റ്റ് പോസ് ചെയ്താൽ മതി. ഓക്കെ, വീഡിയോ ജസ്റ്റ് പോസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ആൻസർ ചെയ്യണം കേട്ടോ. ഇതിൽ ഒരു രീതിയിലുള്ള കളത്തരങ്ങളും കാണിക്കരുത്. നിങ്ങൾ സെൽഫായിട്ട് അസസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ നിങ്ങൾ താഴെ കമന്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് സ്വന്തമായിട്ട് അസസ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഉദ്ദേശിച്ചത്. സോ പ്ലാൻ, ആക്ട്, ഒബ്സർവ് ആൻഡ് റിഫ്ലക്ട് ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാലോ നമ്മുടെ ആക്ഷൻ റിസർച്ചിൽ ഇങ്ങനെ ഒരു സൈക്ലിക് ആയിട്ടാണ് വരുന്നത്. പ്ലാൻ ചെയ്യുന്നു, പ്ലാൻ, ആക്ട്, ഒബ്സർവ്, റിഫ്ലക്ട്, ദെൻ അഗെയിൻ പ്ലാൻ, ആക്ട്, ഒബ്സർവ്, റിഫ്ലക്ട്. അങ്ങനെ സൈക്ലിക് ആയിട്ടാണ് അത് വരുന്നത് എന്നുള്ളൊരു കാര്യം ഓർക്കുക. സോ 2 മാർക്ക് കിട്ടിയോ? ഇനി അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റൻ ആണ്. ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല, അസേർഷൻ റീസൺ ആണ് കേട്ടോ. അവിടെ അസേർഷന് പകരം സ്റ്റേറ്റ്മെന്റ് അവിടെ കൊടുത്തു എന്നേ ഉള്ളൂ. നമ്മുടെ സാധാരണ അസേർഷൻ റീസൺ ക്വസ്റ്റൻ ആണ്. എപ്പോഴും എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റൻ ആണ് അസേർഷൻ റീസൺ ക്വസ്റ്റൻ എന്ന് പറയുന്നത്. സോ ശ്രദ്ധിക്കുക. നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ ഓഫ് 1986 വാസ് റിവ്യൂ ടു ഡെവലപ്പ് ദ പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1992. അപ്പൊ ഇത് നമ്മുടെ ഹിസ്റ്ററി ആൻഡ് പോളിസീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ കുറെ തവണ കണ്ടതാണ്, നമ്മുടെ NPE നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ 1986. നമ്മളെല്ലാം പഠിക്കണം. അതായത് നമുക്ക് 68 പഠിക്കാനുണ്ട്, അത് പഠിക്കണം, 86 പഠിക്കണം, 1992 പഠിക്കണം, 2020 പഠിക്കണം, 2020 പഠിക്കണം. ഇതൊന്നും പഠിക്കണ്ട എന്നല്ല പറയുന്നത്. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്ന ഒരു ഭാഗമാണ് നമ്മുടെ നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ 1986. 86 ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചതുകൊണ്ടാണ് പറയുന്നത്. അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ ഓഫ് 1986 വാസ് റിവ്യൂ ടു, അത് ശരിയല്ലേ? അല്ല, ശരിയാണ്. കാരണം 1986 ശേഷം അതിന്റെ കൂടെ തന്നെ വന്നൊരു കാര്യമാണ് പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1992. സോ അത് ശരിയാണ്. Diets were established as training and resource support structure at the district level to improve the quality of teaching and schooling. അതും കറക്റ്റ് അല്ലേ? ഡയറ്റ് എന്തിനാണ്? ഡയറ്റിന്റെ ഫുൾ ഫോം അറിയാലോ, ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആണ്. അപ്പൊ അത് ഓരോ ഡിസ്ട്രിക്റ്റിന്റെയും നമ്മുടെ എസ്പെഷ്യലി എലിമെന്ററി എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാനായിട്ട് വന്നതാണ് ഡയറ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതും ശരിയാണെന്ന് മനസ്സിലായി. ഇനി നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് അതിന്റെ പ്രോപ്പർ എക്സ്പ്ലനേഷൻ ആണോ, പ്രോപ്പർ റീസൺ ആണോ? അപ്പൊ ഇവിടെയാണ് എല്ലാവരും തെറ്റിക്കുന്നത്. ഈ ഒരു അസേർഷൻ റീസണിൽ ഇവിടെയാണ് എല്ലാവരും തെറ്റിക്കുക, പ്രോപ്പർ എക്സ്പ്ലനേഷൻ ആണോ അല്ലേ എന്നുള്ളത്. അപ്പൊ അതിനായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഇടയിൽ ഒരു ബിക്കോസ് ഇട്ട് കൊടുത്താൽ മതി എന്നുള്ളത്. അപ്പൊ ഇനി വായിച്ചു നോക്കിക്കേ. NPE of 1986 was reviewed to develop the program of action 1992 because diets were established as training and resource support. വല്ല ബന്ധമുണ്ടോ? ഇല്ല. ബിക്കോസ് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ബന്ധമില്ല. അതുകൊണ്ട് തന്നെ both S and R are correct and R is not the reason of S എന്നുള്ള ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി മാർക്ക് ചെയ്തവർക്ക് 1 മാർക്ക്, അല്ലാത്തവർക്ക് 0 മാർക്ക്. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. നോക്കിക്കേ. ആയിഷ ഈസ് എ ടീച്ചർ. അപ്പൊ ഇത് നമ്മുടെ ടീച്ചിങ് ആപ്റ്റ്യൂഡിൽ വരുന്ന ഒരു ക്വസ്റ്റൻ ആണിത്. Aisha is a teacher who has certain good qualities. She plans well before engaging classes, excellently manages the classroom, integrates the technology in teaching and does good mentoring. Aisha നല്ലൊരു ടീച്ചർ ആണല്ലേ. അപ്പോ സോ Aisha has excellent. ആയിഷയ്ക്ക് എന്താണ് ഇവിടെ ഉള്ളത്? ലീഡർഷിപ്പ് സ്കില്ലാണോ, മെന്ററിംഗ് സ്കില്ലാണോ, ടീച്ചിങ് സ്കില്ലാണോ, അക്കാഡമിക് സ്കിൽസ് ആണോ?
അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് ആയിഷ ചെയ്യുന്നത് നോക്കിക്കേ. ഗുഡ് ക്വാളിറ്റീസ് ഉണ്ട്. ഷീ പ്ലാൻസ് വെൽ ബിഫോർ എൻഗേജിങ് ക്ലാസ്സസ്, ദെൻ എക്സലന്റ്ലി മാനേജസ് ദ ക്ലാസ് റൂം, ഇന്റഗ്രേറ്റ്സ് ദ ടെക്നോളജി ഇൻ ടീച്ചിങ് ആൻഡ് ഡസ് ഗുഡ് മെന്ററിങ്. നല്ല മെന്ററിങ് ചെയ്യും. അപ്പൊ മെന്ററിങ് സ്കില്ല് മാത്രമാണോ ഇവിടെ ഉള്ളത്? അല്ല. അക്കാഡമിക് സ്കില്ല് മാത്രമാണോ ഉള്ളത്? അല്ല. നിങ്ങൾ ജസ്റ്റ് പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്യണം കേട്ടോ. ഞാൻ ചെയ്യുന്നുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. ലീഡർഷിപ്പ് സ്കില്ല് മാത്രമാണോ ഉള്ളത്? അല്ല. ഏതാണ്? ഇതെല്ലാം അടങ്ങിയ ഒരു സ്കില്ലാണ് ടീച്ചിങ് സ്കിൽസ് ആണല്ലോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ അല്ല, ഇതൊക്കെ PYQ ആണ്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. എസ്പെഷ്യലി നമ്മുടെ ടീച്ചിങ് ആപ്റ്റ്യൂഡിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു ടൈപ്പ് ആയിരിക്കും. പക്ഷെ ഇതുപോലെ എപ്പോഴും സിമ്പിൾ ആവണമെന്നില്ല. നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. പക്ഷെ അവിടേക്ക് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. നമ്മളൊരു ടീച്ചർ ആണ് എന്നൊരു രീതിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, ലോജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതിലൊന്നും നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് ഈ യൂണിറ്റ് 4, 5, 6. അപ്പൊ അതിന് ഒരിക്കലും നിങ്ങൾക്ക് മാർക്ക് പോകരുത്. നമുക്ക് മാർക്ക് ചിലപ്പോൾ പോകുന്നത് ഈ കറണ്ട് അഫയേഴ്സ് നിന്നും, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് എന്നൊക്കെയാണ് ജനറൽ പേപ്പറിൽ നമുക്ക് കുറച്ച് ടഫ് ആയിട്ടുള്ളത് വേണമെങ്കിൽ, അത് ഡിപ്പെൻസ് ആട്ടോ, ഞാൻ അങ്ങനെ പറയുന്നില്ല. ഇപ്പൊ ഡിപ്പെൻസ് ആണ്. കറണ്ട് അഫയേഴ്സ് ചിലപ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ മാത്സ് ചെയ്ത് നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ സയൻസ്, നമ്മുടെ ബേസിക് മാത്സ് സയൻസ് അത് ബുദ്ധിമുട്ടായിട്ടുള്ളവരുണ്ടാവാം, അല്ലെങ്കിൽ റിസർച്ചിന്റെ ഭാഗം ബുദ്ധിമുട്ടായിട്ടുള്ളവരൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ ഈ ടീച്ചിങ് ആപ്റ്റ്യൂഡ് എന്നുള്ളൊരു ഭാഗം, നമ്മുടെ സൈക്കോളജി പാർട്ടൊക്കെ BEd കഴിഞ്ഞവർക്ക് ഈസി ആയിരിക്കും. BEd കഴിയാത്തവർക്ക് ചിലപ്പോൾ മറ്റ് 60 മാർക്കിന്റെ ആദ്യത്തെ 60 മാർക്കിന്റെ ആയിരിക്കും ചിലപ്പോൾ കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ട് തോന്നുന്നുണ്ടാവുക. അത് ഡിപ്പെൻസ് ആണ്. ഞാൻ എപ്പോഴും പറയുന്നത് ഡിപ്പെൻസ് ആണ്. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും മാർക്ക് പോരുത്. ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എഗെയിൻ നോക്കിക്കേ. നമ്മുടെ ടീച്ചിങ് ആപ്റ്റ്യൂഡിൽ തന്നെ വരുന്ന നമ്മുടെ ഇവാലുവേഷൻ, അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷനിലെ ഗ്രേഡിംഗുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ആ ഗ്രേഡിംഗ് നിങ്ങൾ എന്തായാലും പഠിക്കണം. നമുക്ക് കുറേ ടൈപ്പ് ഓഫ് ഗ്രേഡിംഗ് ഉണ്ടല്ലോ അല്ലെ. അബ്സല്യൂട്ട് ഗ്രേഡിംഗ് ഉണ്ട്, റിലേറ്റീവ് ഗ്രേഡിംഗ് ഉണ്ട്, ഡയറക്റ്റ് ഗ്രേഡിംഗ് ഉണ്ട് അല്ലെ. അപ്പൊ ഒരുപാട് ടൈപ്പ് ഓഫ് ഗ്രേഡിംഗ് ഉണ്ട്. ആ ഗ്രേഡിങ്ങിനെ പറ്റിയിട്ടും കുറേ തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് വന്ന ഒരു ഏരിയ ആയതുകൊണ്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ എടുത്തത്. സോ ഇത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കിക്കേ. The directorate is planning to introduce a grading system in higher secondary schools. There are 2 options before the directorate. എന്തൊക്കെയാണ്? Each point value can be assigned with a letter grade. For example, out of 100 mark test, assign A for points 90 to 100, B for points 80 to 89 and so on. അങ്ങനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു മാർക്ക് റേഞ്ച് വെക്കുന്നു. 90 മുതൽ 100 വരെ കിട്ടിയ കുട്ടിക്ക് A ഗ്രേഡ്, ദെൻ 80 മുതൽ 89 വരെ കിട്ടിയ കുട്ടിക്ക് B ഗ്രേഡ്. അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. ഇനി ഗ്രേഡ്സ് ക്യാൻ ബി ഗിവൻ ബേസ്ഡ് ഓൺ ദ സ്റ്റുഡന്റ് സ്കോർ കമ്പയർഡ് ടു അതേഴ്സ് ഇൻ ദ ക്ലാസ്. അപ്പൊ ഈ 2 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇനി നമുക്ക് ഓപ്ഷൻസ് ഇതാണ്. ബോത്ത് ആർ റിലേറ്റീവ് ഗ്രേഡിംഗ്, ബോത്ത് ആർ അബ്സല്യൂട്ട് ഗ്രേഡിംഗ്, 1 is absolute grading and 2 is relative grading, 1 is relative grading and 2 is absolute grading. അപ്പൊ ഇവിടെ 2 ടൈപ്പ് ഓഫ് ഗ്രേഡിങ്ങിനെ കുറിച്ച് നമുക്ക് അറിയാം അല്ലെ. റിലേറ്റീവ് ഗ്രേഡിംഗ് എന്ന് പറയുമ്പോൾ എന്താ, അവിടെ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് ക്രൈറ്റീരിയ കാര്യങ്ങളൊന്നും ഇല്ല. അവിടെ മറ്റുള്ള സ്റ്റുഡൻസിനെ കമ്പയർ ചെയ്തുകൊണ്ട് ഗ്രേഡ് ചെയ്യുന്നു. അതായത് ഇപ്പൊ ഒരു ക്ലാസ്സിൽ ഒരു 50 പേരാണെങ്കിൽ ആ 50 പേരിൽ ആദ്യം വരുന്ന ഒരു 2 പേർക്ക് ചിലപ്പോൾ A ഗ്രേഡ് കൊടുക്കും, അല്ലെങ്കിൽ ആദ്യം വരുന്ന ഒരു 10 പേർക്ക് A ഗ്രേഡ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ആദ്യം വരുന്ന ഒരാൾക്ക് A ഗ്രേഡ് കൊടുക്കുന്നു. അപ്പൊ ഈ കുട്ടിക്ക് ചിലപ്പോൾ 100 മാർക്കിൽ ചിലപ്പോൾ ഒരു 80 കിട്ടിയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ കമ്പാരിറ്റീവ്ലി അവനാണ് മാർക്ക് കൂടുതൽ, സോ അവന് A ഗ്രേഡ് കൊടുക്കുന്നു. അങ്ങനെ മറ്റുള്ള കുട്ടികളെ കമ്പയർ ചെയ്തുകൊണ്ട് ഗ്രേഡ് കൊടുക്കുകയാണെങ്കിൽ അതാണ് റിലേറ്റീവ് ഗ്രേഡിംഗ്. സോ ഇവിടെ രണ്ടാമത്തെ റിലേറ്റീവ് ഗ്രേഡിംഗ് ആണ് അല്ലെ. ഗ്രേഡ്സ് ക്യാൻ ബി ഗിവൻ ബേസ്ഡ് ഓൺ ദ സ്റ്റുഡന്റ് സ്കോർ കമ്പയർഡ് ടു ദ അതേഴ്സ് ഇൻ ദ ക്ലാസ്. സോ അത് റിലേറ്റീവ് ഗ്രേഡിംഗ് ആണ്. ഒന്നാമത്തെ എന്താ, ഈച്ച് പോയിന്റ് വാല്യൂ ക്യാൻ ബി അസൈൻ വിത്ത് എ ലെറ്റർ ഗ്രേഡ്. ഫോർ എക്സാമ്പിൾ കണ്ടോ, ഔട്ട് ഓഫ് 100 മാർക്ക് അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ഇത് മുതൽ ഇതുവരെ കിട്ടിയ കുട്ടിക്ക് E ഗ്രേഡ്, ഇത് മുതൽ ഇതുവരെ കിട്ടിയ കുട്ടിക്ക് B ഗ്രേഡ് എന്നങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ അതിന്റെ പേരാണ് ആബ്സല്യൂട്ട് ഗ്രേഡിംഗ്. സോ 1 ഈസ് ആബ്സല്യൂട്ട് ഗ്രേഡിംഗ് ആൻഡ് 2 ഈസ് റിലേറ്റീവ് ഗ്രേഡിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ C ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഓപ്ഷൻ C ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. മുസ്തഫ ഈസ് ഡൂയിങ് എ റിസർച്ച്. നമ്മുടെ റിസർച്ചിൽ വരുന്ന ഒരു ഭാഗമാണ്. Help Mustafa to sort the primary and secondary sources of information from the choices given below. അപ്പൊ നമുക്ക് എസ്പെഷ്യലി നമ്മുടെ ഹിസ്റ്റോറിക്കൽ റിസർച്ചിലാണ് ഈ 2 ടൈപ്പ് ഓഫ് ഡാറ്റ സോഴ്സസ് വരുന്നത്. പ്രൈമറി ഡാറ്റ സോഴ്സസും സെക്കൻഡറി ഡാറ്റ സോഴ്സും. അപ്പൊ ഇവിടെ മുസ്തഫിനെ ഹെൽപ്പ് ചെയ്ത് നോക്കട്ടെ, നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്തേ. ഇതിൽ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? നമുക്ക് മുസ്തഫിനെ ഹെൽപ്പ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായിരിക്കും ആൻസർ വരിക? ക്വസ്റ്റനെയർ, എക്സ്പെരിമെന്റ്, ജേർണൽ, 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
ഇതിൽ ഏതൊക്കെയാണ് പ്രൈമറി സോഴ്സ്, ഏതൊക്കെയാണ് സെക്കൻഡറി സോഴ്സ്? സോ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ആൻസർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, പ്രൈമറി ഡാറ്റ സോഴ്സ് പറയുമ്പോൾ ഫസ്റ്റ് ഹാൻഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഇപ്പൊ ഞാനാണ് ഒരു റിസർച്ച് നടത്തുന്നെങ്കിൽ ഇപ്പൊ ഞാൻ തന്നെ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ഇന്റർവ്യൂ നടത്തുന്നു, ക്വസ്റ്റനെയർ കൊടുക്കുന്നു, ക്വസ്റ്റനെയർ എന്നുള്ളൊരു ടൂൾ കൊടുക്കുന്നു, ദെൻ റേറ്റിംഗ് സ്കെയിൽ ഉപയോഗിച്ച് ഞാൻ തന്നെ ഡാറ്റ കളക്ട് ചെയ്യുന്നു, ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നു, ഞാൻ ഒബ്സർവ് ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു. അല്ലെങ്കിൽ ഞാൻ വേണമെന്നില്ല, ഇപ്പൊ എന്റെ ഒരു അസിസ്റ്റന്റിനെ പോയി ഇന്റർവ്യൂ എടുക്കാൻ പറഞ്ഞാൽ മതി, എന്നിട്ട് ആ ഡാറ്റ കിട്ടിയാൽ മതി, അല്ലാതെ ഞാൻ തന്നെ പോയി ചെയ്യണമെന്നില്ല. പക്ഷെ നമ്മളായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മൾ ആദ്യം ചെയ്യുന്നു. അതാണ് പ്രൈമറി ഡാറ്റ സോഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ സെക്കൻഡറി ഡാറ്റ സോഴ്സ് എന്ന് പറയുമ്പോൾ വേറെ ആരെങ്കിലും ചെയ്തു വെച്ചതുണ്ടാവുമല്ലോ. ഇപ്പൊ വേറൊരു റിസർച്ചർ ഇപ്പൊ ചെയ്തു, ആ ഇന്റർവ്യൂസ് ഒക്കെ യൂസ് ചെയ്ത് ഡാറ്റ കിട്ടി, ആ ഡാറ്റയിൽ നിന്നാണ് ഞാൻ എടുക്കുന്നെങ്കിൽ അതൊരു സെക്കൻഡറി സോഴ്സ് ആണ്. കാരണം ഓൾറെഡി ഒരു പ്രൈമറി ഡാറ്റ സോഴ്സ് അവിടെ വന്നു കഴിഞ്ഞു, അതിൽ നിന്നാണ് ഞാൻ എടുക്കുന്നെങ്കിൽ അതെന്താണ്, സെക്കൻഡറി ഡാറ്റ സോഴ്സ് ആണ്. സോ ഒരു ക്വസ്റ്റനെയർ പ്രൈമറി ആണ്, എക്സ്പെരിമെന്റ് പ്രൈമറി ആണ്. പക്ഷെ ജേർണൽ എന്താ, ജേർണൽ ഓൾറെഡി വേറൊരാളുടെ ജേർണൽ ആണ്, അതിൽ നിന്നാണ് ഞാൻ ഡാറ്റ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് സെക്കൻഡറി ആണ്. സോ 1 and 2 are primary sources. 1 and 3 are primary sources. All are secondary sources. Only 2 is primary source. ഇങ്ങനെയാണ് ഓപ്ഷൻ. സോ നിങ്ങൾ ഓപ്ഷൻ നോക്കുക, 1ഉം 2ഉം ആണ് ഇവിടെ എന്തെന്ന് പറയുന്നത്, പ്രൈമറി സോഴ്സസ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ ആണ്. ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ അല്ലേ? ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു PYQ ആണ്. സോ ഇവിടെയും നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഉറപ്പായിട്ടും ഫുൾ മാർക്ക് കിട്ടിയാൽ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ. ഇനി അത് ഫുൾ മാർക്ക് കിട്ടാത്തവർക്കും കമന്റ് ചെയ്യാൻ. ഞാൻ പറഞ്ഞത് DC ക്വസ്റ്റ്യൻസ് ആണ്, ഫുൾ മാർക്ക് കിട്ടാനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ്. സോ അവരെന്തായാലും കമന്റ് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. Our secondary education remains the weakest link in our educational machinery. This statement was made by മുതല്യാർ കമ്മീഷൻ, ഹാത്തോഗ് കമ്മീഷൻ, രാധാകൃഷ്ണൻ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ. അപ്പൊ ഇത് ഏതാണ് നോക്കിക്കേ. Our secondary education remains the weakest link in our educational machinery. അപ്പൊ വീക്കസ്റ്റ് ലിങ്ക് എന്ന് പറഞ്ഞാൽ അതെന്തായാലും മുതല്യാർ കമ്മീഷൻ ആയിരിക്കില്ലല്ലോ. കാരണം മുതല്യാർ കമ്മീഷൻ എന്ന് പറയുമ്പോൾ സെക്കൻഡറി എഡ്യൂക്കേഷന്റെ ക്വാളിറ്റിയും ഒക്കെ ചെക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് റെക്കമെൻഡേഷൻ ഒക്കെ കൊണ്ടുവന്ന ഒരു കമ്മീഷനാണ് നമ്മുടെ ലക്ഷ്മണ സ്വാമി മുതല്യാറിന്റെ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതൊരിക്കലും സെക്കൻഡറി എഡ്യൂക്കേഷൻ റിമൈൻസ് എ വീക്കസ്റ്റ് ലിങ്ക് എന്ന് ഒരിക്കലും പറയില്ല. പിന്നെ ഹാത്തോഗ് കമ്മീഷൻ ഉണ്ട്, അതും അല്ല. പിന്നെ ഉള്ളത് രാധാകൃഷ്ണൻ കമ്മീഷനും കോത്താരി കമ്മീഷനും ആണ്. ഓക്കെ, അപ്പൊ ഇതില് കോത്താരി കമ്മീഷനുണ്ട്, രാധാകൃഷ്ണൻ കമ്മീഷനുണ്ട് അല്ലെ. അപ്പൊ ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. രാധാകൃഷ്ണൻ കമ്മീഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ആണ്, കോത്താരി കമ്മീഷനും അല്ല. കാരണം കോത്താരി കമ്മീഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ കമ്മീഷൻ ആണ് അല്ലെ. അതായത് മൊത്തത്തിൽ വരുന്നുണ്ട്, അതിൽ ഒരു ഇന്ന എലിമെന്ററി അല്ലെങ്കിൽ സെക്കൻഡറി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അങ്ങനെ ഒന്നും വരുന്നില്ല, കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. സോ അതും സെക്കൻഡറി എഡ്യൂക്കേഷനെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറയില്ല. സോ കുറ്റം പറഞ്ഞത് രാധാകൃഷ്ണൻ കമ്മീഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ആണ് എന്ന് മനസ്സിലാക്കുക. സോ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, കോത്താരി കമ്മീഷൻ ഇമ്പോർട്ടന്റ് ആണ്. സോ അതൊക്കെ നിങ്ങൾ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. സെലക്ട് ദ ചോയ്സ് വിച്ച് ഹാസ് റൈറ്റ് സീക്വൻസ് ഇൻ ദ പ്രോസസ് ഓഫ് കൺസ്ട്രക്ടിങ് ആൻഡ് അച്ചീവ്മെന്റ് ടെസ്റ്റ്. അപ്പൊ ഇതും എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. Select the choice which has right sequence in the process of constructing an achievement test. നോക്കിക്കേ, പ്രിപ്പറേഷൻ ഓഫ് എ ഡിസൈൻ ഫോർ ദ ടെസ്റ്റ് ആണോ ആദ്യം വരിക, പ്രിപ്പറേഷൻ ഓഫ് ദ ബ്ലൂ പ്രിന്റ് ആണോ, പ്ലാനിങ് ഓഫ് ടെസ്റ്റ് ആണോ, പ്ലാനിങ് ഓഫ് ടെസ്റ്റ്. അപ്പൊ എന്തായാലും പ്ലാനിങ് ഓഫ് ടെസ്റ്റ് അല്ലേ ആദ്യം വരിക. നിങ്ങൾ ആൻസർ ചെയ്യുക. പ്ലാനിങ് ഓഫ് ടെസ്റ്റ് അല്ലേ ആദ്യം വരിക. അപ്പൊ ഇത് രണ്ടും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, എയും ബിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇനി പ്രിപ്പറേഷൻ ഓഫ് എ ഡിസൈൻ ഫോർ ദ ടെസ്റ്റ് ആണോ ആദ്യം വരിക, പ്രിപ്പറേഷൻ ഓഫ് ദ ബ്ലൂ പ്രിന്റ് ആണോ ആദ്യം വരിക, പ്രിപ്പറേഷൻ ഓഫ് എ ഡിസൈൻ ഫോർ ദ ടെസ്റ്റ് അല്ലേ. അപ്പൊ ഇതും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ എല്ലാം ചെയ്ത് നോക്കി ലാസ്റ്റ് ആൻസറിലോട്ട് എത്തണ്ട. നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്ത് പോവാം. ഇപ്പൊ ഇത് തന്നെ പ്രിപ്പറേഷൻ ഓഫ് എ ഡിസൈൻ ഫോർ ദ ടെസ്റ്റ് ആദ്യം തന്നെ വരില്ലല്ലോ, നമ്മൾ പ്ലാൻ ചെയ്തിട്ടല്ലേ ഇത് വരുള്ളൂ. അപ്പൊ അങ്ങനെ നമുക്ക് അറിയാത്തൊരു കാര്യമാണെങ്കിൽ പോലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ സെറ്റ് എക്സാമിന് ഇപ്പൊ ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ഞാൻ ജനറൽ പേപ്പറിന്റെ കേസ് മാത്രമേ പറഞ്ഞത്, സബ്ജക്റ്റിന്റെ കേസ് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. നിങ്ങളുടെ സബ്ജക്ട് എന്താണോ അതിന് ഡിപ്പെൻസ് ആണ്. പക്ഷെ എന്നാലും അതിലാണെങ്കിലും നമുക്ക് ഇപ്പൊ മാത്സിനൊന്നും നമുക്ക് കറക്കി കുത്താനൊന്നും പറ്റില്ല. പക്ഷെ പല സബ്ജക്റ്റിന് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ കറക്കി കുത്തലല്ല, പക്ഷെ ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡൊക്കെ പോസിബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യാം. മാത്സും അതുപോലെ നമുക്ക് പോസിബിൾ ആണ്. കാരണം അപ്രോക്സിമേറ്റ്ലി ഇന്നതാണെന്നൊക്കെ അറിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ളതിനൊക്കെ എലിമിനേറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നുള്ളതാണ് കേട്ടോ. സോ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ.
ഇനി ജസ്റ്റ് ഒന്ന് ഇതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചോ. മേജർ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് അച്ചീവ്മെന്റ് ടെസ്റ്റ്. ആദ്യം പ്ലാൻ ചെയ്യുന്നു, പ്ലാനിങ് ഓഫ് ടെസ്റ്റ്, പ്രിപ്പറേഷൻ ഓഫ് എ ഡിസൈൻ ഫോർ ദ ടെസ്റ്റ്, പ്രിപ്പറേഷൻ ഓഫ് ദ ബ്ലൂ പ്രിന്റ്, റൈറ്റിംഗ് ഓഫ് ടെസ്റ്റ് ഐറ്റംസ്, preparation of the scoring key and marking scheme, then preparation of question based analysis. ഇതാണ് നമ്മുടെ അച്ചീവ്മെന്റ് ടെസ്റ്റിന്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തൊരു ക്വസ്റ്റൻ ആണ് നമ്മുടെ റിസർച്ചിൽ വരുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഇവിടെ നമുക്ക് ലിസ്റ്റ് 1 തന്നിട്ടുണ്ട്, ലിസ്റ്റ് 2 തന്നിട്ടുണ്ട്. ലിസ്റ്റ് 1 സർവേ ഉണ്ട്, എക്സ്പെരിമെന്റ് ഉണ്ട്, കേസ് സ്റ്റഡി ഉണ്ട്, ഡോക്യുമെന്റ് അനാലിസിസ് ഉണ്ട്. അതായത് മെത്തേഡ്സ് ഓഫ് റിസർച്ച് ആണ് ലിസ്റ്റ് 1 തന്നിരിക്കുന്നത്. അതുമായിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം, മാച്ച് ചെയ്യണം. അപ്പൊ ജസ്റ്റ് നോക്കാം. മാനിപ്പുലേഷൻ ഓഫ് വേരിയബിൾസ്, ഇൻഫർമേഷൻ റിച്ച് സാമ്പിൾ ടു ഡിസ്ക്രൈബ് ദ പോപ്പുലേഷൻ ടു സോൾവ് ദ ഇമ്മീഡിയറ്റ് പ്രോബ്ലംസ്, കോണ്ടന്റ് അനാലിസിസ്. ഇതല്ലേ വരുന്നത്. അപ്പോ ഇവിടെ നമുക്ക് അറിയുന്ന കാര്യം ആദ്യം ചെയ്യുന്നു. മാനിപ്പുലേഷൻ ഓഫ് വേരിയബിൾസ് എന്ന് പറയുമ്പോൾ ആ മാനിപ്പുലേഷൻ ഓഫ് വേരിയബിൾസ് കാണുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരണം, ഇൻഡിപെൻഡന്റ് വേരിയബിളിനെയാണ് അവിടെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, എക്സ്ട്രാനിയസ് വേരിയബിളിനെ അവിടെ കൺട്രോൾ ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് എക്സ്പെരിമെന്റൽ റിസർച്ച്. സോ Q is related to 1 എന്ന് പറയുന്ന എത്ര ഓപ്ഷൻസ് അവിടെ ഉള്ളത്? Q is related to 1 എന്ന് പറയുമ്പോൾ സിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, ദെൻ ബിനെയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ബാക്കി 2 കാര്യങ്ങളുണ്ട് അല്ലെ. ഇനി അടുത്തത് കേസ് സ്റ്റഡി, ഡോക്യുമെന്റ് അനാലിസിസ്, സർവേ. സോ ഇൻഫോർമേഷൻ റിച്ച് സാമ്പിൾ ടു ഡിസ്ക്രൈബ് ദ പോപ്പുലേഷൻ അല്ലെ, ടു ഡിസ്ക്രൈബ് ദ പോപ്പുലേഷൻ. സോ സർവേ എന്ന് പറയുമ്പോൾ ആ സർവേ എന്താ, ടു ഡിസ്ക്രൈബ് ദ പോപ്പുലേഷൻ ആണ്, ആ പോപ്പുലേഷനെ കുറിച്ച് പറയുന്നതാണ്. സോ P is related to 3. അപ്പൊ P is related to 3 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഡി മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതും എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അതായത് സർവേ എന്ന് പറയുമ്പോൾ ടു ഡിസ്ക്രൈബ് ദ പോപ്പുലേഷൻ ആണ്, എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് മാനിപ്പുലേഷൻ ഓഫ് വേരിയബിൾ ആണ്, കേസ് സ്റ്റഡി എന്ന് പറയുന്നത് എന്താണ്, ഇൻഫോർമേഷൻ റിച്ച് സാമ്പിൾ ആണ് അല്ലെ, ഇൻഫോർമേഷൻ റിച്ച് സാമ്പിൾ. അതായത് ഉദ്ദേശിച്ചത് എന്താണ്, അവിടെ അതിനെക്കുറിച്ച് ഡീപ്പ് ആയിട്ടൊരു സ്റ്റഡി നടത്തുന്നതാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഒരു ചെറിയൊരു സംഭവത്തെ കുറിച്ച്, ഒരു പേഴ്സൺ ആവാം, ഒരു ഇവന്റ് ആവാം, അതിനെക്കുറിച്ച് വളരെ ഡീപ്പ് ആയിട്ട് സ്റ്റഡി നടത്തുന്നു, അതാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ക്വാളിറ്റേറ്റീവ് ആണ്. സോ അതാണ് കേസ് സ്റ്റഡി. ആൻഡ് ഡോക്യുമെന്റ് അനാലിസിസ് എന്ന് പറയുന്നത് കോണ്ടന്റ് അനാലിസിസ് ആണ്. ടു സോൾവ് ദ ഇമ്മീഡിയറ്റ് പ്രോബ്ലംസ് പറയുന്നത് എന്താ, ടു സോൾവ് ദ ഇമ്മീഡിയറ്റ് പ്രോബ്ലംസ് പറയുന്നത് ആക്ഷൻ റിസർച്ച് ആണ്. സോ അതിവിടെ ഇല്ല, അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. സോ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടിയോ ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അഗെയിൻ നമ്മുടെ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അത് ഞാൻ ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടില്ല, അല്ലാതെയാണ്. അപ്പൊ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്ത് നോക്കുക. ഇത് ഇവിടെ ശരിയാക്കിയവർ മാത്രം 1 മാർക്കായിട്ട് കൺസിഡർ ചെയ്യുക. ഞാൻ ഓപ്ഷൻ കൊടുത്തിട്ടില്ല. അപ്പൊ നിങ്ങൾ ആദ്യം സ്വന്തമായിട്ടൊന്ന് മാച്ച് ചെയ്യുക, എന്നിട്ട് എന്താ അത് കറക്റ്റ് ആയോ എന്നുള്ളത് നോക്കുക കേട്ടോ. സോ സർവേ റിസർച്ച് ഉണ്ട്, ആക്ഷൻ റിസർച്ച് ഉണ്ട്, ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഉണ്ട്, എക്സ്പെരിമെന്റൽ റിസർച്ച് ഉണ്ട്. ലിസ്റ്റ് 2 പാസ്റ്റ് ഓറിയന്റഡ്, കൺട്രോൾ ഓഫ് വേരിയബിൾസ്, കറന്റ് ട്രെൻഡ്സ്, ലോക്കൽ പ്രോബ്ലംസ്. ഇതാണ് സർവേ റിസർച്ച് എന്ന് പറയുമ്പോൾ അത് നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കുക. ആക്ഷൻ റിസർച്ച് എന്ന് പറയുമ്പോൾ ലോക്കൽ പ്രോബ്ലം, ലോക്കൽ സെറ്റിംഗ്സ്, ലോക്കൽ പ്രോബ്ലം, ചെറിയ ടൈം, ചെറിയ സാമ്പിൾ എന്നൊക്കെ കാണുമ്പോൾ അത് എന്താണ്, ആക്ഷൻ റിസർച്ച് ആണ്. സോ ആക്ഷൻ റിസർച്ച് ഈസ് റിലേറ്റഡ് ടു ഡി. ഇനി ഹിസ്റ്റോറിക്കൽ റിസർച്ച് പാസ്റ്റ് ഓറിയന്റഡ് അല്ലേ, പാസ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ നടത്തുന്ന ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. സോ അതും മാച്ച് ചെയ്തു. എക്സ്പെരിമെന്റൽ റിസർച്ച് എന്ന് പറയുമ്പോൾ കൺട്രോൾ ഓഫ് വേരിയബിൾസ് ആണ്. അപ്പൊ സർവേ റിസർച്ച് എന്താണ്, കറന്റ് ട്രെൻഡ്സ് ആണ് അല്ലെ, കറന്റ് ട്രെൻഡ്സ് ആണ് നമ്മുടെ സർവേ റിസർച്ച് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇത് കിട്ടിയവര്, ഇത് മൊത്തം മാച്ച് ചെയ്ത് ഓക്കെ ആയവര് മാത്രം 1 മാർക്കായിട്ട് കണക്കാക്കുക. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം കേട്ടോ, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾ ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക. അപ്പൊ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് കമന്റ് ചെയ്യാം ഏതാണ് നിങ്ങൾക്ക് വീഡിയോ വേണ്ടത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അല്ല നമ്മളുടെ കൂടെ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നവര് നമ്മുടെ 15 ഡേയ്സിന്റെ ഒരു ടർബോ ബൂസ്റ്റർ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ടർബോ ബൂസ്റ്റർ ബാച്ച് ആണ്. സോ ഒരു ദിവസം 3 മണിക്കൂർ എന്നുള്ള ലൈവ് സെഷൻസിൽ ടോട്ടൽ 45 മണിക്കൂർ ലൈവ് സെഷൻസ് ഉണ്ട്. സോ 45 hours ലൈവ് ക്ലാസ്, 15 മോഡൽ എക്സാംസ്, ഡെയിലി വർക്ക്ഔട്ട്സ്, PYQ ഡിസ്കഷൻസ്, ഡെയിലി റിവിഷൻ ആൻഡ് എക്സാംസ്, ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ്, ഇത്രയും അടങ്ങിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് നമ്മുടെ 15 ഡേയ്സിന്റെ ടർബോ ബൂസ്റ്റർ ബാച്ച് എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റ് കിട്ടും, ഇതിൽ ജോയിൻ ചെയ്ത് കിട്ടുമോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷെ നമ്മൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഇവിടെ ഓരോ ഫാക്കൽറ്റീസും അത്രയും പ്രിപ്പയർഡ് ആയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യാം, ജോയിൻ ചെയ്യാം. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9746455114 എന്നുള്ള നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി. സോ ദാറ്റ്സ് ഓൾ ഫ്രം ദിസ് സെഷൻ. താങ്ക് യു.